ഇന്നലെ ഞാൻ എന്നോട് ക്ഷമിക്കണം. ഓ, ഞാനത് അപ്പോഴേ മറന്നു. ഇല്ല, ആ സംഭവം രാത്രി മുഴുവൻ നിങ്ങളെ കരയിച്ചു എന്ന് എനിക്കറിയാം. അത്രയൊന്നും ആലോചിക്കാതെയാണ് ഞാൻ. ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗിവ് മീ. ഞാൻ കരഞ്ഞെങ്കിൽ അത് എന്റെ വീക്ക്നെസ് ആണ്, നോട്ട് യുവർ ഫാൾട്ട്. എനിഹൗ ഇറ്റ്സ് ഓൾ റൈറ്റ് നൗ. ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് യു. തെറ്റ് എന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. ആ കുട്ടികളോടൊപ്പം നിങ്ങളുടെ ആനയെ ടീസ് ചെയ്യാൻ ആദ്യം ഞാനും കൂടി, ഒരു രസത്തിന്. അല്ലെങ്കിൽ ആനയുടെ ഉടമയെ കാണാനാവും ഞാനവിടെ വന്നിരിക്കുക. ഉടമയെ കാണാനോ? എന്തിന്? മാസ്റ്റർ ഡിഗ്രി ഉപേക്ഷിച്ച് ഈ കാട്ടിൽ ജോലിക്കിറങ്ങിയ ആളെ നേരിട്ട് കാണാൻ ഒരു കൗതുകം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കുറിച്ച് എങ്ങനെ നിങ്ങൾ? ഈ വെക്കേഷന് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അമ്മയെ പരിചയപ്പെട്ടു. അവർ വഴിനീളം മകനെ പറ്റിയാണ് സംസാരിച്ചത്. കുട്ടിക്കാലം തുടങ്ങി എല്ലാ കഥകളും. ആ ആളെ നേരിട്ട് കണ്ടപ്പോ വഴക്കായി അല്ലേ? ഫോർഗെറ്റ് ഇറ്റ്. ഇവിടെ എങ്ങനെ എത്തി? നടന്നു. തിരിച്ചങ്ങോട്ട് നടക്കണ്ടേ അത്രയും ദൂരം? വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ചെറുപ്പത്തിൽ എനിക്കിവിടെ കൂട്ടുകാരുണ്ടായിരുന്നു, ധാരാളം. മുതിർന്നപ്പോ അവരെല്ലാം അകന്നുപോയി. വലിയ വീട്ടിലെ കുട്ടിയോട് അടുക്കാൻ മടിച്ചാവും. മിസ്റ്റർ ബാലകൃഷ്ണ കോംപ്ലക്സ് ഉണ്ടോ? ഇല്ല. എങ്കിൽ വരൂ.